ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു ഹോട്ടലിൽ കയറി ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നത് എന്തായിരിക്കും? ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, ചിക്കൻ മഞ്ചൂരിയൻ. ഇനി വെജിറ്റേറിയൻ ആണെങ്കിലോ ചില്ലി ഗോബി മഞ്ചൂരിയൻ അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മഞ്ചൂരിയൻ്റെ റെസിപ്പിയായിട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന ചേരുവ പറയുന്നത് കടച്ചക്കയാണ്. കടച്ചക്ക കൊഫ്ത മഞ്ചൂരിയൻ. ഇപ്പം ചക്ക സീസണാണ്. മിക്കവരുടെ വീട്ടിലും ചക്കയൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അടുത്ത കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. കാരണം അസാധ്യ രുചിയാണ് കേട്ടോ ഇതിന്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. നമ്മുടെ കൊഫ്ത മഞ്ചൂരിയൻ ഉണ്ടാക്കിയതായിട്ട് ഞാനിവിടെ 4 പീസ് കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഉപ്പേരി വെച്ചതിൻ്റെ ബാക്കി പീസ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിന് ചെറിയ പീസായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ചക്ക ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് വേവും, അതുകൊണ്ട് കുക്കറിലിടേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കൊരു മസാല പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് ഏലക്കിടത്തരി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗരം മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 1/2 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ അധികം ഗരം മസാല ഉപയോഗിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ കടച്ചക്ക വെന്തിട്ടുണ്ട്. ഇത്രയൊക്കെ വെന്താൽ മതി കേട്ടോ. ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് 2 സവാള പൊടിയായിരുന്നു, കുറച്ച് വെളുത്തുള്ളി പൊടിയായിരുന്നു ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് പൊടി ചേർത്തെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. മസാല നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഉടച്ചിട്ട് ചേർത്ത്. ചക്കയിൽ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പോൾ അധികം എരിവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവൊക്കെ ഉണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. നമ്മുടെ മിക്സ് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് ഇതൊന്നും കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ചെറിയ ബോൾസൊക്കെ എടുക്കാം. ഈ വലിപ്പത്തിലുള്ള ബോൾസൊക്കെ എടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 വശം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റി ബാക്കിയുള്ളത് ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പം ഞാനതല്ലാതെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൊരിച്ചെണ്ണ നമുക്കൊരു പാനിലേക്ക് ഒന്ന് അരിച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 സവാള പൊടിയരിഞ്ഞ്, ഒരു തുടം വെളുത്തുള്ളി പൊടിയരിഞ്ഞ്, 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി. മുളക് പൊടി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിരിക്കുന്നത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത്. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയുടെ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട. കുറച്ചുകൂടെ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പുളിപ്പ് ടേസ്റ്റാണ്. ഒരു അര ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ചും കൂടി ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. കുറച്ചും കൂടെ ഒന്ന് തിക്കാവട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൊഫ്ത ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യണ കുറച്ച് മുമ്പായിട്ട് ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഈ കൊഫ്തയൊക്കെ പൊട്ടിപ്പോവും. അപ്പം അധികമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞത് ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി സെർവ് ചെയ്യാൻ നോക്കാം.